ആത്മഹത്യ പാപവും കുറ്റകരവുമാണ്. ദൈവത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. സൂയിസൈഡിംഗ് അറ്റംപ്റ്റ് ക്രിമിനൽ കുറ്റമായതുകൊണ്ട് പോലീസ് കേസ് വേണ്ടതാ. അതെന്ത് വേണമെന്ന് ACP സാർ തന്നെ തീരുമാനിച്ചോട്ടെ. പെട്ടെന്ന് ഇദ്ദേഹം ഇവിടെ എത്തിച്ചതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം. ഒബ്സർവേഷൻ ടൈം കഴിഞ്ഞോ? കൊണ്ടുപോകാം. ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് നടത്തിയതുകൊണ്ട് ഇവരിനിയും ആത്മഹത്യാശ്രമം തുടരും. സൂക്ഷിക്കണം. ഓക്കെ ഡോക്ടർ. നിയമപരമായി ഇവളിപ്പോഴും എൻ്റെ ഭാര്യ. ഞാൻ ഇവളെ ഇങ്ങനെ വിട്ടയച്ച ഇവൾ ആത്മഹത്യ ചെയ്യും. അതിൻ്റെ കുറ്റം എൻ്റെ മേൽ വരികയും ചെയ്യും. അത് മാത്രമല്ല, എന്നെ ചതിച്ചിട്ട് പോയവളാണെങ്കിലും ഇവളൊരു മനുഷ്യജീവിയല്ലേ. ഇനി എന്താ നിന്റെ പ്ലാൻ? കാർത്തിയോട് കരഞ്ഞു മാപ്പ് പറഞ്ഞിട്ട് മരിക്കാനായിരുന്നു ഞാൻ പോയിസൺ കഴിച്ചത്. പക്ഷെ നിങ്ങൾ എന്നെ മരിക്കാനും അനുവദിച്ചില്ല. മരിച്ചാ തീരുന്നാണോ നിന്റെ പ്രശ്നം? നീ പോയിസൺ കഴിച്ച് നിന്റെ ബോധം പോയപ്പോ ആ അമ്പലത്തിൽ ഇട്ടിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതാ നിനക്കില്ലാത്തതും എനിക്കുള്ളതുമായ കാരുണ്യം. എനിക്കിനി മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. അച്ഛനില്ല, അമ്മയില്ല, കുടുംബമില്ല, എന്നെ കൂടെ കൂട്ടിയവനും ഇല്ല. അവന് ഏതോ അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പിടികൂടിയതോടെ ഞാൻ മരിച്ചു. നിങ്ങൾ ഉപേക്ഷിച്ചു പോയതോടെ നാണം കെട്ടവളാ ഞാൻ. ഇതോടെ എന്റെ നാണവും മാനവും പോയി. നിങ്ങൾ എന്നെ മരിക്കാൻ സമ്മതിക്കണം. അതെന്റെ ഒരു അപേക്ഷയാ. നീ മരിക്കൊന്നും വേണ്ട. നിന്നെ മരിക്കാൻ വിടാൻ മനുഷ്യത്തുള്ള ഞാൻ സമ്മതിക്കില്ല. ഇന്നലെ വരെ നിന്നെ കൈ കിട്ടിയാലേ കൊല്ലണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അടങ്ങാത്ത പ്രതികാരമായിട്ട് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ആ അമ്പലനടയിൽ വെച്ച് എന്നോട് മാപ്പ് പറഞ്ഞ് നീ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു. അതാണ് ഞാൻ എന്നെ നീ വഞ്ചിച്ചത്. ഇനി അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ കാർത്തി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എഴുന്നേക്ക്. കാർത്തി പൊയ്ക്കോ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീ എവിടേക്ക് പോവാൻ? എങ്ങോട്ടെങ്കിലും പോവും. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ചെമ്പകമംഗലം വിട്ടത് മുതല് കരയുവാ ഞാൻ. എന്റെ ഈ കരച്ചില് ഇനി എന്നേക്കുമായി അവസാനിപ്പിക്കണം. നീ എവിടേക്കെങ്കിലും പോയി മരിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഇനി നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിന്നെ വീണ്ടും സ്വന്തമാക്കാനൊന്നുമല്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്റെ വീട്ടിലുണ്ട്. പക്ഷേ നീ ജീവിക്കണം. എനിക്ക് ജീവിക്കണ്ട. ചെയ്തു പോയ തെറ്റിന് ശിക്ഷയായി നിങ്ങളുടെ മുന്നിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. മോളെ നന്ദിനി, നന്ദിനി, ഒരു നിലവിളക്ക് എടുത്തോ. ആ ജോത്സ്യൻ ഇപ്പൊ വരും. ജോലിസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതെന്താ ഇപ്പൊ പ്രത്യേകിച്ച്? എന്തെങ്കിലും പൂജകളോ വിശേഷങ്ങളോ വല്ലതും ഉണ്ടോ? ഈ കുടുംബത്തില് തുടർച്ചയായി വരുന്ന ആപത്തുകൾ എന്താണെന്ന് നോക്കണം. കുഴപ്പങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. മകന്റെ നേരെ ഉണ്ടായ ആക്രമണത്തിൽ
മനസ്സ് വല്ലാതെ നുലഞ്ഞിട്ടുണ്ട്. പക്ഷേ മകനോട് സ്നേഹമുണ്ടെന്ന് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. ഈഗോ. ആ അമ്മേ, ജോത്സ്യം വരുമ്പോ ഞാൻ അച്ഛന് വേണ്ടി ചില വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. അതെങ്ങനെയാ നടത്തേണ്ടെന്ന് ഒന്ന് ചോദിക്കണേ. ജേട്ടന് വേണ്ടി ഞാനും വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അതിന് പ്രത്യേകം ജോത്സ്യനോട് ചോദിക്കണമെന്നില്ല മോളെ. അതൊക്കെ അതാത് അമ്പലങ്ങളിൽ അങ്ങ് നടത്തിയാ മതി. അല്ല, ജോത്സ്യന് വന്നില്ലേ? യോത്സ്യ ബന്ധങ്ങളോട് കാണത്തില്ലയോ? എന്ത് മണ്ടത്തരം വന്ന് ഈ വിളിച്ചു പറയുന്നത്? അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കാനേ നേരമുള്ളൂ. പിന്നല്ലാതെ. ഓ, ആ ദേ വന്നല്ലോ. ജയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരിൽ ഞാനും ഉണ്ടെന്ന് ഇയാള് ഗ്രഹനില നോക്കി വിളിച്ചു പറയൂ. അതിനുള്ള ബുദ്ധിയൊന്നും ഈ മരവാഴയ്ക്കില്ല. നമസ്തേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കു ജോത്സരെ. ഇരിക്കൂ. താമസം വേണ്ട. രാഹുകാലത്തിന് മുമ്പ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്നും ആവർത്തിച്ചുണ്ടാകുന്ന ആപത്തുകൾ എന്തുകൊണ്ടാണെന്നും നോക്കാം. അല്ലേ രാജലക്ഷ്മി അമ്മേ? അതെ ജോത്സരെ, അതാ നോക്കേണ്ടത്. ആ, അടങ്ങിയിരിക്കണേ അവിടെ. എങ്ങോട്ടാ കാർത്തി എന്നെ കൊണ്ടുപോകുന്നത്? അതൊക്കെ പറയാം. നീ മര്യാദക്കിരിക്കും. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എന്നെ കൊല്ലാതെ കൊല്ലണം. നീ തൽക്കാലം മരിക്കണ്ട. അത് തന്നെ എൻ്റെ ആഗ്രഹം. കാർത്തിക്, എന്നെ ഒരിക്കലും ആ വൈശാഖിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കരുത്. ആ നരകത്തിലേക്ക് ദയവായി എന്നെ വിടരുത്. അങ്ങോട്ട് ഞാനില്ല. പ്ലീസ് കാർത്തിക്, പ്ലീസ്. നിന്നെ അവിടേക്കൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എവിടേക്കാന്നൊന്ന് പറഞ്ഞൂടെ? എന്നെ ഇറക്കി വിട് കാർത്തി, പ്ലീസ്. ഇല്ല. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് കുറ്റകരമാണല്ലോ. കാർത്തി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്കാണോ കൊണ്ടുപോകുന്നത്? കാർത്തി, എന്തെങ്കിലും ഒന്ന് പറയ് കാർത്തി. നീ ഒരു മരണമല്ലേ ആഗ്രഹിക്കുന്നത്? മരണത്തെക്കാൾ ഭീകരമായൊരു ശിക്ഷയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്.
ആപത്തുകൾക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന് ആദ്യമേ തന്നെ തെളിഞ്ഞു. ഓ, 7 ശനി, 4 രാഹു, 8 കുജൻ, 6 ഗുളികൻ. ദൈവമേ, ഗുളികൻ ഞാനാണെന്ന് ഇയാള് കണ്ടെത്തി. ചതിച്ചോ? ശത്രുദോഷമാ കാണുന്നത്. നമുക്കാരാ ശത്രുക്കളുള്ളത്? ദൈവമേ, എന്റെ ഗുളികൻ ഇപ്പൊ ഇങ്ങേരെ. ഞാനും ഇന്ദ്രജിയുമാണ് ജയേട്ടനെ തട്ടാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് ഇങ്ങേര് ഇപ്പൊ വിളിച്ചു പറയും. കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രുസംഹാര പൂജ നടത്തണം. 8 ഭഗവതി ക്ഷേത്രങ്ങളിൽ വഴിപാടും കഴിക്കണം. എല്ലാം ഞാൻ കുറിച്ചു തരാം. ഹ്, ദൈവമേ, ആശ്വാസമായി. അയ്യോ, എന്റെ അച്ഛനെ ഇപ്പൊ ആപത്തുണ്ടായത്. അതിനുവേണ്ടി പ്രത്യേകം പൂജ വല്ലതും കഴിക്കണോ ജോത്സ്യരെ? വേണ്ട, ഈ കുടുംബക്ഷേത്രത്തിലെ പൂജയോടെ എല്ലാം അങ്ങ് മാറിക്കൊള്ളും. ഇത് മീനാക്ഷിയുടെ ജാതക. ഇതോടെ ഒന്ന് നോക്കണം ജോത്സരെ. ഇതെന്തിനാ ഇപ്പൊ നോക്കുന്നത്? അല്ല, നോക്കിക്കോ നോക്കിക്കോ. ഇതെന്ത് നോക്കാനിരിക്കുന്നു? മീനാക്ഷിയുടെ ജാതകമല്ലേ? മകം പിറന്ന മങ്ക. ഈ ജാതകത്തിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. മീനാക്ഷിക്ക് ജാതകവശാൽ ഇപ്പോ കഷ്ടകാലമാണ്. കാർത്തി, ഇതെന്താ ഇവിടെ? ഈ സ്ഥലം ഏതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നടക്ക. ഇല്ല, ഞാൻ വരില്ല. നിന്നെ ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഇവിടുന്ന് തൽക്കാലം ഇങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വരില്ല. എന്നെ അതിന് നിർബന്ധിക്കരുത് കാർത്തി. മൈഥിലി, ഒരു ബലപ്രയോഗത്തിനൊന്നും നിൽക്കണ്ട. നീ വാ. ഇല്ല, ഞാൻ വരില്ല. അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ എന്റെ മുഖത്ത് നോക്കിയില്ലേ? ഇനി അവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ കാർത്തിയോടും ഈ കുടുംബത്തിനോടും വലിയ തെറ്റ് ചെയ്തു പോയവള. ഒരു മഹാപാപി. ഈ മുറ്റത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല കാർത്തി. ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം. നിന്നെ ഞാനങ്ങനെ വിട്ടയക്കില്ല. കാർത്തി, എന്നെ കൊന്നു കളയാനാ കാർത്തിയുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വരാം. മരിക്കാനാ എന്റെ ആഗ്രഹം. നിന്നെ ഞാൻ കൊല്ലില്ല. നീ ജീവിക്കണം.
അതെന്റെ ആഗ്രഹമാണ്. ആഗ്രഹമല്ല, മറ്റൊരു തരം ഭ്രാന്ത്. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കാണണം. വാടിയുടെ ഇങ്ങോട്ട് ഇതെന്താ കൈമളേട്ടാ, ഞാൻ കാണുന്നത് ദുസ്വപ്നമാണോ? എന്തോ നടാ ഇത്? ഇവളെ ഇവിടിട്ട് കൊല്ലരുത്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് തൂങ്ങും. ഇവരുടെ കരണം നോക്കി 2 കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്ക്. ഇവളോട് പ്രതികാരത്തിനൊന്നും പോണ്ട മോനെ. ഇവൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അത് തന്നെയാ ഇവൾക്ക് കിട്ടേണ്ട ശിക്ഷയും. ദൈവം കൊടുത്ത ശിക്ഷ. ഇവരിനെ ഉപദ്രവിക്കേണ്ട ACP. ഇവരെ വിട്ടേക്ക്. ACPക്ക് തന്നെ അത് നാണക്കേടാ. പറഞ്ഞു വിടറാ. ഇതൊന്നും ചെമ്പകമംഗലം കാരുടെ ശൈലിയല്ല. ഇവളെയൊക്കെ കാണുന്നത് തന്നെ അശ്രീകരമാണ്. ഇവളെ ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നും കൊണ്ടുവന്നതല്ല മുത്തശ്ശ. ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി പിടിച്ചോണ്ട് വന്നത്. സഹതാവോ? ഈ നെറുകെട്ടവളോടോ? നിനക്കെന്തിനാ ഇവളോട് സഹതാപം? നിന്നെ ചതിച്ചിട്ട് പോയവളല്ലേടാ ഇവള്. എന്തൊക്കെയാടാ മോനെ നീ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയി നിങ്ങൾ എല്ലാരും കേൾക്കണം. ആ വൈശാഖിന്റെ ശല്യം കാരണം ഇവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. അതിന് നിനക്കെന്ത് വേണം? ഇവള് വല്ല റെയിൽ പാളത്തിനും പോയി വല്ല ട്രെയിനിന് തല വെക്കട്ടടാ. അതാ ഇവളുടെ വിധി. ഇവിടെ നിന്ന് നീ ഇങ്ങനെ മോങ്ങരുത്. ദേ, സകല നിയന്ത്രണം വിട്ട് ഞാൻ നിന്നെ തല്ലി കൊന്നുകളയും. ദേ, ഇവളെ കൊന്നതിന്റെ പേരില് ഒട്ടക്കുളങ്ങര ജയിലിൽ പോയി കിടന്ന് മൂട്ടകടി കൊള്ളാനൊന്നും എനിക്ക് വയ്യ. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോയ്ക്കോ. എന്റെ മകനെ ചതിച്ച് നിന്റെ മുഖം പോലും ഇവിടെ ഞങ്ങക്ക് കാണണ്ട. പൊയ്ക്കോ അവിടുന്ന്. ഞാൻ വരുന്നില്ല എന്ന് 100 വട്ടം കാർത്തിയോട് പറഞ്ഞതാ. കാർത്തി എന്നെ ബലമായി പിടിച്ചോണ്ട് വന്നതാ മുത്തശ്ശി. നിർത്തടി. ദേ, എന്നെ മുത്തശ്ശീന്നൊന്ന് വിളിച്ചാ നിന്റെ കാലടി ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോടി. ഞാൻ പറയുന്നത് എല്ലാരും ഒന്ന് ശാന്തമായി കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളത്? അത് ആദ്യം വ്യക്തമായി പറയൂ. ഇവളെ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഞാൻ കൊണ്ടുവരുന്നത്. ആത്മഹത്യയിൽ നിന്നോ? ഞാൻ വിശദമായിട്ട് പറയാം. എനിക്ക് നിങ്ങളൊന്ന് കാണണം. സോറി, സാധ്യമല്ല. അങ്ങനെ പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. അവസാനമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. എനിക്ക് കാണാൻ താല്പര്യമില്ല. അവസാനമായിട്ട് ഒരു കാര്യം പറയാനാ. പിന്നെ എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല.
ഇവരുടെ പേരിൽ വല്ല പോലീസ് കേസുണ്ടോ? പോലീസ് കേസൊന്നുമില്ല ഡോക്ടർ. പക്ഷെ ആ കുട്ടിക്ക് തക്കതായ എന്തോ പ്രശ്നമുണ്ട്. അവൾ വിഷം കഴിച്ചിട്ടുണ്ട്.